നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഗർഭിണികളായ യുവതികളെ കേരളത്തിലെത്തിച്ച് പ്രസവിച്ച ശേഷം കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തുന്ന സംഘം. ഓരോ യുവതികൾക്കും വാഗ്ദാനം ചെയ്യുന്നത് 3 ലക്ഷത്തോളം രൂപയാണ്. കോട്ടയം ഈരാറ്റുപേട്ടയിൽ നിന്നാണ് ഈ നടുക്കുന്ന വാർത്ത കേട്ടത്. ആരാണ് ഇവർക്ക് പിന്നിൽ? വലിയൊരു മാഫിയ സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ? സ്പോട്ട് ലൈവ് പ്രധാനമായും പരിശോധിക്കുന്നത് ഈ കേസാണ്. കോട്ടയത്ത് നവജാത ശിശുക്കളെ കൈമാറ്റം ചെയ്യുന്നുവെന്ന പരാതിയിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. നിലവിൽ 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. തിരുനെൽവേലി സ്വദേശി രാജൻ, വാഗമൺ സ്വദേശി അർജുൻ എന്നിവരാണ് പിടിയിലായത്. വിശദമായ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കോട്ടയം SP സാബു മാത്യു പറഞ്ഞു. അസം സ്വദേശിനിയായ 22-കാരിയാണ് പരാതിക്കാരി. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പാലാ ഡിവൈഎസ്പി നേതൃത്വത്തിൽ സ്പെഷ്യൽ ടീം ഉണ്ടാക്കിയിട്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം സംവിധാനം ചെയ്യുന്നുണ്ട്. 2 പേർ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. തുടർന്ന് അന്വേഷിക്കുന്നുണ്ട്. എവിഡൻസ് എടുത്ത് ബാക്കി വിശദമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. വലിയ ഉണ്ടെന്നല്ലേ അന്വേഷണം ബാക്കി പറയാൻ പറ്റും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഗർഭിണികളായ യുവതികളെ കേരളത്തിലെത്തിച്ച് പ്രസവിച്ച ശേഷം കുട്ടികളെ വിൽക്കുന്നുവെന്നായിരുന്നു പരാതി. ഈരാറ്റുപേട്ട പോലീസിന് ലഭിച്ച പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത്. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, ഇത് ഏറെ നടുക്കുന്നൊരു വാർത്തയാണ്. കാരണം ഇതിന് പിന്നിൽ വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ടോ? എത്ര നാളായി ഇങ്ങനെ ഈ ഇടപാടുകൾ നടക്കുന്നുണ്ട്? ഇതിപ്പോൾ ഒരു അസം സ്വദേശിനിയായ 22-കാരി നൽകിയ പരാതിയിലാണ് ഈ സംഭവം പുറത്തു വരുന്നത്. ഇത് കൂടുതൽ കുഞ്ഞുങ്ങളെ ഇതുപോലെ വിൽപ്പന നടത്തിയിട്ടുണ്ടോ? എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് പോലീസ് ഈ കേസിനെ കാണുന്നത്? അതീവ ഗൗരവത്തോടു കൂടിയാണ് കേസിനെ പോലീസ് കാണുന്നത്. പക്ഷെ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ്. അതിന്റെ ദുരൂഹതകളുടെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഈ യുവതി കോട്ടയത്തെ ഒരു കെയർ ഹോമിൽ ഇപ്പോൾ താമസിപ്പിച്ചിരിക്കുകയാണ്. അവിടെ എത്തി പോലീസ് ഈ യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ഈ മാസം ജൂലൈ 16 മാത്രമാണ് ഈ പെൺകുട്ടി നാട്ടിലെത്തുന്നത്, തീക്കോയിലെത്തുന്നത്. തീക്കോയി സ്വദേശിയായ ജോസ് എന്ന ആളുടെ പേരിലുള്ള ഒരു വീട് വാടകയ്ക്കെടുത്താണ് ഈ അർജുനും രാജയും ഈ പെൺകുട്ടികളെ ഇവിടെ താമസിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. ഇതിൽ ഈ പറഞ്ഞതുപോലെ പെൺകുട്ടി നൽകിയ മൊഴി അനുസരിച്ച് ഇൻസ്റ്റാഗ്രാം വഴി ചാറ്റ് നടത്തുന്നു. അങ്ങനെ ഈ പെൺകുട്ടിക്ക് പണം നൽകാം എന്നതുൾപ്പെടെ പറയുന്നതായിട്ടുള്ള തെളിവുകളുണ്ട് എന്നുള്ളതാണ് പോലീസിന് പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴിയായിട്ടുള്ളത്. പക്ഷേ ഈ പെൺകുട്ടി എങ്ങനെയാണ്, ഈ അസമിലെ പെൺകുട്ടിക്കൊരു പഴയ കഥ കൂടിയുണ്ട്. അതായത് ആദ്യ കുട്ടി പെൺകുട്ടിയാകുന്നു. ഈ പെൺകുട്ടി പ്രസവിച്ച ആദ്യ പെൺകുട്ടി ഒരു പെൺകുഞ്ഞായിരുന്നു. അതിനെ തുടർന്ന് വീണ്ടും ഉടൻ തന്നെ വളരെ 2 മാസത്തിന് ശേഷം വീണ്ടും ഗർഭിണിയാകുന്നു. ഇതോടെ ഭർത്താവ് ഇവരെ ഈ ഉപേക്ഷിക്കുന്നു. അതായത് വീണ്ടും പെൺകുട്ടിയാണെങ്കിൽ വേണ്ട എന്ന അർത്ഥത്തിൽ ഭർത്താവുമായി പ്രശ്നമുണ്ടാകുകയും പെൺകുട്ടിയെ വീട്ടുകാർ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ പെൺകുട്ടിക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ വശമുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് ഇങ്ങനൊരു കേന്ദ്രമുണ്ട് എന്ന് കണ്ടെത്തുന്നത്. സ്വാഭാവികമായിട്ടും ടോം, അവിടെ ഉയരുന്ന ഒരു ചോദ്യം, ഈ ഇത്തരം സാന്ത്വനം പോലെയുള്ള പല കെയർ ഹോമുകളും കേരളത്തിലുണ്ട്. അവിടെ ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ഈ തട്ടിപ്പുകാരുടെ കയ്യിലേക്ക് തന്നെ പ്രശസ്തമായ ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്, അവിടെയൊന്നും എത്തപ്പെടാതെ എങ്ങനെയാണ് ഇങ്ങനൊരു തട്ടിപ്പുകാരുടെ വലയിലേക്ക് പെൺകുട്ടി എത്തിയത് എന്ന സംശയം പോലീസിന് ഉണ്ട്. അതിന്റെ അടക്കം ഈ മൊഴിയെടുപ്പിലൂടെ അതിന് വ്യക്തത വരുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ മാസം 16 ഇവിടെ എത്തുന്നു. ആ സമയത്ത് മറ്റ് 2 പെൺകുട്ടികൾ, ഗർഭിണികളായ 2 പെൺകുട്ടികൾ ഈ വീട്ടിലുണ്ടായിരുന്നു. ഞണ്ടുകൽ, തീക്കോയ് ഞണ്ടുകലിലാണ് ഈ വീടുള്ളത്, ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് പിന്നീട് ഈ പെൺകുട്ടികൾ മാറി എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ യുവതികളെ പാർപ്പിച്ചിരുന്ന ഈരാറ്റുപേട്ട തീക്കോയിലെ ആ വീടിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആ ദൃശ്യങ്ങളാണ്, ആ വീട്ടിലെ ദൃശ്യങ്ങളാണ്. പല നിഗൂഢതകളും ഒളിഞ്ഞു നിൽക്കുന്ന വീടാണ്. ശ്രീജിത്ത് നേരത്തെ സൂചിപ്പിച്ചു, ഈ അസം സ്വദേശിനിയായ 22-കാരി നൽകിയ പരാതിയിലാണ് ഈ സംഭവം പുറത്തു വരുന്നത്. അവിടെ പോലീസ് അന്വേഷിച്ചെത്തുമ്പോൾ മറ്റ് 2 യുവതികളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവരെവിടെ നിന്നുള്ളവരാണ്? ഈ അസമിൽ നിന്നുള്ളവരാണോ? ഇതര സംസ്ഥാനക്കാരാണോ? ഇവരെ എങ്ങനെയാണ് ഈ സംഘം വലയിലാക്കിയിരുന്നത്? സമാനമായ രീതിയിൽ തന്നെ സമൂഹ മാധ്യമങ്ങളുടെ പരിചയപ്പെട്ടാണോ? ഇതിന് പിന്നിൽ വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ടോ? ഇപ്പോൾ നിലവിൽ 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടല്ലോ. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ടോ?
ടോം ഒരുപാട് ചോദ്യങ്ങളാണ് ടോമി ചോദിച്ചത്. അതിനൊക്കെ ഉത്തരം കണ്ടെത്തണമെങ്കിൽ പോലീസിന്റെ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. അത് ചുരുളഴിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ തുടക്കം തന്നെ പറഞ്ഞില്ലേ, എങ്ങനെയാണ് ഈ പെൺകുട്ടി അന്വേഷിച്ചാണ് ഫലത്തിൽ ഇങ്ങനെ ഒരു കേന്ദ്രത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പെൺകുട്ടിയുടെ ആദ്യ മൊഴിയായി പുറത്തു വരുന്നത്. കേരളത്തിൽ പ്രശസ്തമായ പല കെയർ ഹോമുകളും ഉണ്ട്, സർക്കാരിന്റെ കീഴിലടക്കമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടും ഇങ്ങനെ ഒരു തട്ടിപ്പുകാരുടെ വലയിലേക്ക് പെൺകുട്ടി എങ്ങനെ എത്തി എന്നത് സംശയകരമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ആ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം പരിശോധിച്ചു വരികയാണ്. ഈ പെൺകുട്ടി നൽകിയ മൊഴി മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഈ രണ്ടുപേരെ, അർജുനെയും രാജയെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അർജുൻ പുള്ളിക്കാനം സ്വദേശിയാണ്. അർജുനും രാജയും ബന്ധുക്കളാണ്. അർജുന്റെ സഹോദരിയുടെ ഭർത്താവാണ് തമിഴ്നാട് സ്വദേശിയായ ഈ രാജൻ. അതുകൊണ്ട് തന്നെ ഇവരൊരുമിച്ച് ചേർന്നാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തത് എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത്. ഈ പെൺകുട്ടിയെ ഇവിടേക്ക് എത്തിച്ചത് ചില ഏജന്റുമാർ വഴിയാണ് എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം സ്വദേശികളാണ് ഇവർ എന്നുള്ള പ്രാഥമികമായ മൊഴികളാണ് വരുന്നത്. ഈ മൊഴികൾ വരുന്നതെല്ലാം വസ്തുതയാകണം എന്നില്ല. അത് പരിശോധിച്ച് വ്യക്തത വരുത്തി പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ പോലീസ് കൂടുതൽ ആളുകൾ ഇത് ഇങ്ങനെയൊന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഉറപ്പായും ഒരു ശൃംഖല തന്നെ ഉണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായ ഒരു നിഗമനം. അതുകൊണ്ട് തന്നെ അത്തരക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമത്തിലാണ് ഉള്ളത്. അതിനാണ് ഒരു പാലാ ഡിവൈഎസ്പി സദന്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ വെച്ചുകൊണ്ട് പോലീസ് ഇക്കാര്യത്തിൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ശാസ്ത്രീയ പരിശോധനകൾ, ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയുള്ള വിവരങ്ങളെല്ലാം ശേഖരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ പോലീസ്. ഇന്നലെ രാത്രി മൊഴിയെടുത്തിരുന്നു, ഇന്നിപ്പോൾ പകൽ മൊഴിയെടുക്കുന്നു. അങ്ങനെ കൂടുതൽ വ്യക്തത വരുത്തി ഇക്കാര്യത്തിൽ ടോം നേരത്തെ ചോദിച്ച ഒരുപാട് സംശയങ്ങളുണ്ട്. അതിനൊക്കെ ഈ ഘട്ടത്തിൽ പെട്ടെന്ന് എല്ലാത്തിനും ഉത്തരം പറയാവുന്ന സ്ഥിതിയിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ പോലീസ് പല വിവരങ്ങളും ഈ ഘട്ടത്തിൽ പോലീസിനെ രഹസ്യമാക്കി വെക്കേണ്ടി വരും. കാരണം കൂടുതൽ പ്രതികളുണ്ടെങ്കിൽ അവരോട് എല്ലാ വിവരങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്താൻ പാടില്ല എന്നും പോലീസ് കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി രഹസ്യ സ്വഭാവത്തിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരാര് എന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്തും എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ടോം. യെസ്, ഇത് ഇൻസ്റ്റഗ്രാമിലെ ഒരു അക്കൗണ്ട് വഴിയാണ് യുവതികളുമായി സംഘം ബന്ധപ്പെട്ടിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജിത്ത്, അങ്ങനെയെങ്കിൽ ആ അക്കൗണ്ട് ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഇൻസ്റ്റഗ്രാമിലെ ആ അക്കൗണ്ട് നിയന്ത്രിച്ചിരുന്നത് ആരാണ്? ഈ അർജുനാണോ? മാത്രമല്ല, ഇവർക്ക് പിന്നിൽ സ്വാഭാവികമായി വലിയൊരു ശൃംഖല ഉണ്ടാകുമല്ലോ. അവരെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമാണോ? നിലവിൽ ഈ പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടോ? ടോം, തീർച്ചയായും ഇതെല്ലാം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയാണ് വിവരങ്ങൾ നൽകിയത്. ചാറ്റിന്റെ അടക്കം വിവരങ്ങൾ ഈ പെൺകുട്ടി പോലീസിന് കൈമാറിയിട്ടുണ്ട്. ബാക്കി കൂടുതൽ വിവരങ്ങൾ പോലീസ് ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്തുന്നില്ല. ഇതെങ്ങനെയാണ്, ഏത് വഴിക്കാണ്, എത്ര പേരുണ്ട്, ഇത് പോലീസിനും കണ്ടെത്തേണ്ട വിഷയമാണ്. നമുക്ക് അറിയില്ല, പോലീസിനും ആദ്യഘട്ടത്തിൽ അറിയില്ല. പോലീസ് അത് കണ്ടെത്തുകയാണ്. അവിടെയാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് വശങ്ങളിൽ നിന്ന്, ഒന്ന് പ്രതികൾ ആയി ഈ പെൺകുട്ടിയെ താമസിപ്പിച്ചിരുന്ന 2 പേരുണ്ട്, അവരെ കയ്യിൽ കിട്ടി എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് ഒരു ആശ്വാസകരമായ കാര്യമാണ്. കാരണം അവരിൽ നിന്നും മുകളിലേക്ക് കയറിപ്പോകാൻ കഴിയും എന്നുള്ളത്. പെൺകുട്ടിയുടെ മൊഴി മാത്രമല്ല വിശ്വസിക്കേണ്ടി വരിക, ഇപ്പുറത്തുള്ളവരുടെ മൊഴിയും കിട്ടുന്നു എന്നുള്ളത് അത് വെച്ചുള്ള പരിശോധനകൾ നടത്തും. അതുകൊണ്ട് തന്നെ പക്ഷേ അത് അവരിലേക്ക് ഇത്തരം വാർത്തകൾ ഇന്ന് പത്രങ്ങളിലടക്കം വലിയ രീതിയിൽ വന്നുകൊണ്ട് തന്നെ ഇത്തരം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ പലരും രക്ഷപ്പെടാനുള്ള സാധ്യത, ഈ ഘട്ടത്തിൽ മാറി നിൽക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ പോലീസ് വിലയിരുത്തുന്നുണ്ട്. അവർക്കായി ഉള്ള തിരച്ചിലുകൾ, പരിശോധനകളൊക്കെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഒരുപാട് ദുരൂഹതകൾ ഉണ്ട്. ഒരുപാട് ദുരൂഹതകൾക്ക് വ്യക്തത വരേണ്ടതുണ്ട്. അത് വ്യക്തത വരുത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. യെസ്, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. എന്തായാലും കോട്ടയത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും യുവതികളെ, ഗർഭിണികളായ യുവതികളെ എത്തിച്ച് കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തുന്ന സംഘത്തിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. വലിയൊരു മാഫിയ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലുകൾ. ലോൺ ആപ്പ് വഴി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത സംഘം തിരുവനന്തപുരത്ത് പിടിയിൽ. പോങ്ങുംമൂട് ചേന്തിയിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയെ തുടർന്ന് ജീവനക്കാരടക്കം 18 ഉത്തരേന്ത്യക്കാരെ
പോലീസ് കസ്റ്റഡിയിലെടുത്തു. 50ഓളം കമ്പ്യൂട്ടറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ പരിശോധനയിലാണ് തട്ടിപ്പ് സംഘം പിടിയിലായത്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. അതായത് എങ്ങനെയാണ് പോലീസിന് ഇവരിലേക്ക് ഈ സംഘത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്? ഏതൊക്കെ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ? പോങ്ങുമൂട് ചേന്തി എന്ന സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി വിൽപ്പന നടക്കുന്നതായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ലോൺ ആപ്പ് സെൻറ്റർ പ്രവർത്തിച്ചിരുന്ന ഈ വാടക കെട്ടിടം, അവരുടെ പാലാടി ടവേഴ്സ് എന്നാണ് പേര്, ആ കെട്ടിടം പോലീസിൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. തുടർന്ന് അവിടെ രഹസ്യമായി നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് വിപുലമായ ഒരു കോൾ സെൻ്ററാണ്, ഒരു വ്യാജ കോൾ സെൻ്ററാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഈ പോലീസ് തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് ഇന്നലെ രാത്രി അവിടെ മിന്നൽ പരിശോധന നടത്തുകയും 18 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജീവനക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. ഇതിലെ ഏറ്റവും പ്രധാനിയായ പാർത്ത് എന്ന ഈ സംഘത്തിൻ്റെ തലവന്മാരിൽ ഒരാൾ, ഇയാളെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് അന്വേഷണ സംഘം പിടികൂടിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരാൾ കൂടിയുണ്ട്, ആകാശ് സിംഗ് ചൗധരി എന്നാണ് പേര്. ഇയാളും ഈ സംഘത്തിലെ പ്രധാനിയാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വ്യാപകമായി പുരോഗമിക്കുകയാണ്. ഇയാൾ സമാനമായ തരത്തിൽ അഹമ്മദാബാദിലും അതോടൊപ്പം തന്നെ മുംബൈയിലും നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ഇരകൾ വിദേശികളാണ്. അതായത് ഈ ലെൻ ജെറ്റ് എന്നൊരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഈ മൊബൈൽ ഫോണിലൂടെ അല്ലെങ്കിൽ ലോൺ ആപ്പുകൾ മുഖേന ലോണിന് അപ്ലൈ ചെയ്യുന്ന വിദേശ പൗരന്മാരുടെ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ, പ്രതിനിധികൾ എന്ന നിലയിൽ ഇവരെ ഫോണിൽ ബന്ധപ്പെടും. ഇംഗ്ലീഷിൽ നല്ല പ്രാവീണ്യമുള്ള ജീവനക്കാരായിരിക്കും ഫോണിൽ ബന്ധപ്പെടുക. അതിനുശേഷം ഈ വിവരങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പ്രോസസ്സിംഗ് ഫീസായി ഇത്ര എമൗണ്ട് ഡോളറായി ഈ അക്കൗണ്ടിലേക്ക് നൽകണമെന്ന് പറയും. തുടർന്ന് ആ അക്കൗണ്ടിലേക്ക് ഇവർ പണം കൈപ്പറ്റും. ഇങ്ങനെ കോടിക്കണക്കിന് രൂപ വിദേശികളുടെ പക്കൽ നിന്നിവർ തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇതിനോടകം നടത്തിയ പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ശ്രീകാര്യം പോലീസാണ് വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുംബൈയിലും അതോടൊപ്പം തന്നെ അഹമ്മദാബാദിലുമൊക്കെ സമാനമായ തരത്തിൽ ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പിടിയിലായവരിൽ ഏറെയും ഗുജറാത്തിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഉള്ളവരാണ് എന്നാണ് സൂചന. ഒരാളെ വളരെ സാഹസികമായി വിമാനത്താവളത്തിൽ നിന്നാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് പിടികൂടിയത്. അതായത് ഡാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കോൾ സെന്റർ വഴിയാണ്, ഇംഗ്ലീഷ് വളരെ പ്രാവീണ്യമുള്ള യുവാക്കളെയാണ് ഇവർ തട്ടിപ്പിനായി ഉപയോഗിച്ചിരുന്നതെന്ന്. മാത്രമല്ല ഈ തട്ടിപ്പ് സംഘത്തിൽ LLB, ബിടെക് ബിരുദധാരികളൊക്കെ ഉണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. ഇതിൽ മലയാളികളും ഈ സംഘത്തിൻ്റെ ഭാഗമാണോ? അങ്ങനത്തെ ഒരു വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനത്തു നിന്നുള്ളവരാണ് പിടിയിലായിരിക്കുന്നവർ. കഴിഞ്ഞ 1.5 മാസമായി രാത്രിയിൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കോൾ സെൻ്ററാണിത്, ഈ പ്രത്യേക സ്ഥലം കേന്ദ്രീകരിച്ച്. അങ്ങനെ സംശയം തോന്നിയാണ് അവിടെ പരിശോധന നടത്തുന്ന സാഹചര്യമുണ്ടായത്. മലയാളികൾ ആരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വിവരം നിലവിലില്ല. അത്തരത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ടായിരിക്കാം. അതോടൊപ്പം മലയാളികളായ ആർക്കെങ്കിലും ഇത്തരത്തിൽ തട്ടിപ്പിൻ്റെ പേരിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ അത് ആരൊക്കെയാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ടോട്ടൽ എത്ര എമൗണ്ടിൻ്റെ തട്ടിപ്പ് ഇവർ നടത്തി, എത്ര കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും വിശദമായ പരിശോധനകൾ നടക്കുകയാണ്. 50 കമ്പ്യൂട്ടറുകളും 100 കണക്കിന് സിം കാർഡുകളും ഈ പാലാഴി ടവേഴ്സിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഡാൻ, ഇവിടെ ഈ വിദേശ മലയാളികളാണ് ഇതിന് ഇരകളായതെന്ന വിവരങ്ങളാണ് പോലീസിൻ്റെ പ്രാഥമികമായുള്ള ആ പരിശോധനയിൽ നിന്നും വ്യക്തമാകുന്നത് തന്നെ. അതായത് ഇത് മലയാളികളെ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെയും ഇവർ തട്ടിപ്പിന് ഇരയാക്കിയിരുന്നു എന്ന ചില വിവരങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇരകൾ ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ? ഈ പണം നഷ്ടപ്പെട്ടവരാരെങ്കിലും പോലീസിന് പരാതി നൽകിയിട്ടുണ്ടോ? ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം വിദേശ പൗരന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിദേശ പൗരന്മാരുടെ പണം തട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് ആദ്യമായി വിദേശികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഈ കോൾ ആപ്പ് അല്ലെങ്കിൽ ഈ കോൾ ആപ്പ് മുഖേനയുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിൽ നടക്കുന്ന ആദ്യ തട്ടിപ്പ്, വിദേശികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ആദ്യ തട്ടിപ്പ് കേസാണ് ഈ ശ്രീകാര്യം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും മലയാളികൾക്ക് ഇതിൽ പങ്കുണ്ടോ, മലയാളികളുടെ ഇത്തരത്തിൽ ഭീമമായ തുക നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൽ വിശദമായ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ എന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന.
യെസ്, ഇത് എത്ര നാളായി ഈ കോൾ സെന്റർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്? അതായത് മാസങ്ങളായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്? സാധാരണ നമുക്കറിയാം ഇത്തരം ലോൺ ആപ്പ് തട്ടിപ്പ് സംഘങ്ങൾ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. പക്ഷെ കേരളത്തിൽ തന്നെ കേരളത്തിൽ നേരിട്ടെത്തി ഇവിടെ നിന്നും ഈ തട്ടിപ്പ് നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് വരെയും കാര്യങ്ങൾ എത്തുന്നു. എങ്ങനെയാണ് ഇതിലേക്ക് പോലീസ് എത്താൻ കഴിഞ്ഞത്? കാരണം ഇത് മാത്രമല്ല, ഇതിലെ പ്രധാനപ്പെട്ട കണ്ണികളിലേക്ക് എത്തണം. ഇതിനെ നിയന്ത്രിക്കുന്നത് ഒരു വലിയൊരു മാഫിയ ആകാം. സ്വാഭാവികമായി നമുക്കറിയാം, മറ്റ് പല ലോൺ ആപ്പ് തട്ടിപ്പ് കേസുകളും പരിശോധിച്ചു കഴിഞ്ഞാലും വലിയൊരു ശൃംഖല തന്നെയുണ്ട്. ഇതിന് പിന്നിലും അങ്ങനെ ഒരു വലിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സൂചനകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, 1.5 മാസമായി ഈ സ്ഥലത്ത് ഈ വാടക കെട്ടിടത്തിൽ രാത്രിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഈ കോൾ സെൻറ്റർ പ്രവർത്തനം തുടങ്ങിയിട്ട് 1.5 മാസമായി. അതിനിടയിൽ ഇവിടെ ലഹരി വിൽപ്പന നടക്കുന്നു എന്ന ഇതര സംസ്ഥാനക്കാർ ലഹരി വിൽപ്പന നടത്തുന്നുവെന്ന സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിറ്റി ഡാൻസ് ഓഫ് സംഘം ഈ കെട്ടിടം നിരീക്ഷിക്കുന്നത്. അങ്ങനെ നിരീക്ഷിക്കുന്നതിനിടയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ ലഹരിക്ക് വേണ്ടിയുള്ള പരിശോധന നടത്തുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആ പരിശോധനയ്ക്കിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി ഇത് വ്യാജമായി പ്രവർത്തിക്കുന്ന ഒരു കോൾ സെൻ്ററാണ്. ഈ കോൾ സെൻ്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് ലോൺ ആപ്പ് എന്ന പേരിൽ ഈ ഉപഭോക്താക്കളുടെ വിലാസവും മറ്റ് വിവരങ്ങളും ചോർത്തിയതിനു ശേഷം അതുപയോഗിച്ചുകൊണ്ട് വ്യാജമായി തട്ടിപ്പ് നടത്തുകയാണ്. അവരിൽ നിന്ന് പ്രോസസ്സിംഗ് ഫീസ് എന്ന പേരിൽ ഡോളറായി അക്കൗണ്ടിലേക്ക് പണം വാങ്ങി അവരെ കബളിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പോലീസ് പിന്നീട് തിരിച്ചറിയുകയായിരുന്നു. തുടർന്ന് കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് 18 പേരെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രധാനിയായ ആകാശ് സിംഗ് ചൗധരിക്ക് വേണ്ടിയുള്ള പരിശോധന മറ്റ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പുരോഗമിക്കുന്നത്. സമാനമായ തരത്തിൽ തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ മുംബൈയിലും അഹമ്മദാബാദിലും ഇയാൾക്കെതിരെ കേസുകൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു വലിയ ശൃംഖലയാണോ ഇതിന് പിന്നിലുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ഈ സെർവറുകൾ പരിശോധിക്കുന്നതിലൂടെ അത് വിശദമായി ഏതൊക്കെ തരത്തിലാണ് ഈ തട്ടിപ്പ് നടത്തിയത്, എത്ര പേർ അതിൽ ഇതിനോടകം കബളിപ്പിക്കപ്പെട്ടു എന്നതിൽ വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഈ ആകാശ്ദീപ് ചൗധരി തന്നെയാണ് ഇതിൻ്റെ മുഖ്യ സൂത്രധാരനെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇയാൾ ഒറ്റയ്ക്കാണോ ഇതിനെ നിയന്ത്രിച്ചിരുന്നത്? അതോ മാത്രമല്ല, ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു 1.5 മാസമായി ഈ കോൾ സെൻറ്റർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. ഇത് കേരളത്തിൽ മാത്രം, അതോ തിരുവനന്തപുരത്ത് മാത്രമാണോ, അതോ കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിലും ഇവരുടെ ഒരു സംഘങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ ഓഫീസ് തുറന്ന് ഒരു കോൾ സെൻറ്റർ തുറന്ന് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടായിരിക്കുമോ? അതിലേക്ക് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നുണ്ടോ? അത്തരം വിവരങ്ങളൊന്നും നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. നിലവിൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നവരിൽ 18 പേർ പിടിയിലായിട്ടുണ്ട്. ഇതിൽ പ്രധാനിയായ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് എന്നൊരു വിവരം മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതാണ് ആകാശ് സിംഗ് ചൗധരി. അതുകൊണ്ടാണ് അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം വ്യാപകമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ ഈ കേസുകൾ സമാനമായ തരത്തിൽ മുംബൈയിലും അഹമ്മദാബാദിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുകൊണ്ട് അവിടുത്തെ പോലീസിൻ്റെ കൂടി സഹകരണത്തോടെ ആയിരിക്കും ഈ അന്വേഷണം നടക്കുക. ഈ കേരളത്തിൽ ഈ പോങ്ങുമൂടിന് പുറമെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഇത്തരത്തിൽ കോൾ സെൻറ്റർ തുടങ്ങി ഈ തട്ടിപ്പിന് വേണ്ടിയ സാഹചര്യങ്ങൾ ഒരുക്കിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. നിലവിൽ പക്ഷേ അത്തരത്തിലുള്ള ഒരു വിവരങ്ങളും ലഭ്യമായിട്ടില്ല. പോങ്ങുമൂട് കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു ഇവരുടെ പ്രവർത്തനം എന്നാണ് ഇതിനോടകം നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് കോൾ സെന്റർ തുറന്നായിരുന്നു ലോൺ ആപ്പ് സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. ആകാശ്ദീപ് ചൗധരി ഈ സംഘത്തിലെ പ്രധാനി. ഇയാളിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നു. വിദേശ മലയാളികളെ ആണ് പ്രധാനമായും ഇവർ ലക്ഷ്യം വെച്ചിരുന്നത്. അങ്ങനെ നിരവധി പേരെ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ടെന്നും കോടികളുടെ തട്ടിപ്പ് ഈ സംഘം നടത്തിയിട്ടുണ്ടെന്നുമുള്ള പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലുകളുണ്ട്. എന്തായാലും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പേരിൽ സൈബർ തട്ടിപ്പ്. ആലുവ സൈബർ പോലീസ് കേസെടുത്തു. ധൻ യോജന പദ്ധതി എന്ന പേരിൽ ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുമെന്ന വ്യാജേനയാണ് പണം തട്ടിയത്. വടക്കേക്കര സ്വദേശിക്ക് 2499 രൂപ നഷ്ടമായി. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ഇത് ഒരു ചെറിയ തുക മാത്രമാണ് നഷ്ടമായിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ നിരവധി പേരിൽ നിന്നും ഇവർ പണം തട്ടിയിട്ടുണ്ടാകാം. ഇതിൻ്റെ കേന്ദ്രം എവിടെയാണ്? ഈ തട്ടിപ്പിൻ്റെ കേന്ദ്രം എവിടെയാണ്? ഈ പ്രതികളെക്കുറിച്ച് സൂചനയുണ്ടോ?
ടോം, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു ലിങ്ക് കണ്ട് ക്ലിക്ക് ചെയ്തതായിരുന്നു ഈ വടക്കേക്കര സ്വദേശിയായിട്ടുള്ള യുവാവ്. ആ ഇൻസ്റ്റഗ്രാം ലിങ്കിൽ അല്ലെങ്കിൽ ആ പരസ്യമായി പറയുന്നത് മുഖ്യമന്ത്രി VD സതീശന്റെ ധൻധൻ യോജന പദ്ധതി പ്രകാരം, അതൊരു ഇൻഷുറൻസ് പദ്ധതിയാണ്, അത് പ്രകാരം 2499 രൂപ അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്താൽ ഓരോ വീട്ടിലെ ഓരോ അംഗങ്ങൾക്കും 5000 രൂപ വീതം ക്ലെയിമായി ലഭിക്കും എന്നതായിരുന്നു പരസ്യമായി കണ്ടത്. അതിനെ തുടർന്നാണ് ഈ യുവാവ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും പിന്നീട് അവർ ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള ഒരു അക്കൗണ്ടിലേക്ക് പണം കൈമാറുകയും ചെയ്തത്. അങ്ങനെ 2499 രൂപ കൈമാറി 2 ദിവസം കാത്തിരുന്നു ഈ പൈസ തിരികെ ലഭിക്കുമെന്ന്. പക്ഷേ പണം തിരികെ ലഭിക്കാത്തതായതോടുകൂടിയാണ് തട്ടിപ്പിനിരയായി എന്ന് മനസ്സിലാക്കുകയും പറവൂർ പോലീസിന് പരാതി നൽകുകയും ചെയ്തു. പറവൂർ പോലീസ് ഈ കേസ് ആലുവ സൈബർ പോലീസിന് കൈമാറി. ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം അനുസരിച്ച് നിരവധി പേർ ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇത് സർക്കാരിന്റെ തന്നെ ഇങ്ങനെ ഒരു പദ്ധതി അല്ലെങ്കിൽ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. അത് പ്രാവർത്തികമായിട്ടില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ ഈ സർക്കാരിന്റെ ഖജനാവിലടക്കം വലിയ സാമ്പത്തിക ബാധ്യതയാണ് നിൽക്കുന്നതെന്ന് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന VD സതീശൻ അദ്ദേഹം നിരന്തരം പറയുന്നുണ്ട്. പക്ഷേ അത് വിശ്വസിക്കാതെയാണ്, അല്ലെങ്കിൽ അതുപോലും കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള പദ്ധതികളിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ 5000 രൂപ ക്ലെയിം ആയിട്ട് കിട്ടുമെന്ന് വിശ്വസിച്ച് അതിലേക്ക് പണം നിക്ഷേപിക്കുന്നത്. എന്തായാലും ഇത്രയും 2499 രൂപയാണ് യുവാവിൽ നിന്ന് പോയത്. പക്ഷേ ഒരു കാര്യം ടോം, ഒരാളാണ് ഇത് പണം മുടക്കുന്നതെങ്കിൽ അങ്ങനെ ഇത് വിശ്വസിച്ച് എത്ര ആൾക്കാരാണ് ഈ പണം മുടക്കുന്നത്? ഇതോടുകൂടി ഈ തട്ടിപ്പ് സംഘം അവർക്ക് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന പണം അവർക്ക് ഈ തട്ടിപ്പിലൂടെ ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സൈബർ പോലീസ് ഇത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ലിങ്ക് അല്ലെങ്കിൽ ഈ ഒരു പരസ്യം നൽകിക്കൊണ്ട് ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നവമി, നമ്മളിപ്പോൾ തിരുവനന്തപുരത്തെ ഒരു തട്ടിപ്പ് സംഘത്തെക്കുറിച്ച്, ലോൺ ആപ്പ് തട്ടിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. ഇത് മറ്റൊരു രീതിയിലുള്ള, അതായത് ഇങ്ങനെ സൈബറിടത്ത് തട്ടിപ്പ് സംഘങ്ങൾ വ്യാപിക്കുകയാണ്. അത്ര സജീവമായി തന്നെ മലയാളികളെ കെണിയിൽ വീഴ്ത്താൻ പലരും ഇറങ്ങിയിട്ടുണ്ട്. പല മുന്നറിയിപ്പുകൾ നൽകുമ്പോഴും ആധികാരികമല്ലാത്ത ഇത്തരം ആപ്പുകളിൽ ചെന്ന് തലവയ്ക്കുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ചില പരസ്യങ്ങൾ കണ്ട് അങ്ങനെ ആളുകളെ കബളിപ്പിക്കുന്ന രീതിയിൽ പല പരസ്യങ്ങളും നമുക്ക് ഓരോ ദിവസങ്ങളിലും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കെണിയിൽ വീഴുന്ന സാഹചര്യം പോലുമുണ്ട്. ഇത് എങ്ങനെയാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത്? നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നോ അതോ സമൂഹ മാധ്യമങ്ങളിലൂടെയാണോ ബന്ധപ്പെട്ടിരുന്നത്? ഇത് സാധാരണ നമുക്കറിയാം, പ്രായം ചെന്നവരെ ഈ സമീപകാലത്ത് ഈ സൈബർ കെണിയിൽ വീണ ആളുകളെയൊക്കെ എടുത്തു നോക്കിയാൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളുണ്ട്, ഡോക്ടർമാരുണ്ട്, അഭിഭാഷകരുണ്ട്. ജെറി അമൽദേവിനെ പോലെയുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളൊക്കെ സൈബർ കെണിയിൽപ്പെട്ടിട്ടുണ്ട്, അതിൽ ഇരകളായിട്ടുണ്ട്. ഇവരെ ഏത് കാറ്റഗറിയിലുള്ള ആളുകളെ ആയിരിക്കാം ലക്ഷ്യം വെച്ചിരുന്നത്? വീട്ടമ്മമാരെയാണോ അതോ വയോധികരെയാണോ? ടോം, ഇവിടെ യുവാക്കളെയാണ് ലക്ഷ്യം വെക്കുന്നത്. കാരണം ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഈ പരസ്യം പ്രചരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമൊക്കെ കൂടുതലും യുവാക്കളാണ് ഇപ്പോൾ നോക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് യുവാക്കളാണ്. അങ്ങനെ യുവാക്കളെയും യുവതികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, ഇങ്ങനെ നമ്മളിപ്പോൾ 1 രൂപ നൽകിക്കഴിഞ്ഞാൽ നമുക്ക് 5 രൂപ തിരിച്ച് ലഭിക്കുമെന്ന ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും വാഗ്ദാനം നൽകി കഴിഞ്ഞാൽ അത് വലിയ കെണിയാണ്, അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന് സൂക്ഷിക്കണം, അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ കെണിയാണെന്നുള്ള മുന്നറിയിപ്പ് പല ആവർത്തി നൽകുന്നതാണ്. അത് നമ്മുടെ കേന്ദ്ര സർക്കാർ അടക്കം അല്ലെങ്കിൽ കേരള സർക്കാർ, അല്ലെങ്കിൽ നമുക്ക് അറിയാം, നിരന്തരം നമ്മൾ അതിനെക്കുറിച്ച് വാർത്ത ചെയ്യുന്നതാണ്. ആരും നമുക്ക് 1 രൂപ പോലും ഫ്രീ ആയി തരില്ല എന്നുള്ള യാഥാർത്ഥ്യം പല ആവർത്തി പറഞ്ഞിട്ടും അതൊന്നും വിശ്വസിക്കാതെ വീണ്ടും വീണ്ടും ഇത്തരം കെണിയിലേക്ക് അകപ്പെടുന്നത് യുവാക്കൾ കൂടിയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ നേരത്തെ ടോം പറഞ്ഞതുപോലെയുള്ള
തട്ടിപ്പിന് സമാനമായ മറ്റൊരു തട്ടിപ്പ് തന്നെയാണ് ഇത്. സൈബർ ഇടങ്ങൾ നമ്മൾ കാണുന്ന തട്ടിപ്പ് പോലെ തന്നെയാണ് ഇതും. ഇത് ഇൻസ്റ്റഗ്രാം വഴിയാണ് ഒരു ലിങ്ക് അയക്കുകയും പിന്നീട് അവർ ആ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ചാറ്റ് ചെയ്ത് അവരുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു, അവരിലേക്ക് പണം നിക്ഷേപിക്കാൻ പറയുന്നു. വീണ്ടും മറ്റ് ഇവരെ വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിയുടെ ഇതെന്ന് പറയുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇതെന്ന് പറയുന്ന തരത്തിലുള്ള ചില വ്യാജരേഖകളൊക്കെ ഇവരെ കാണിക്കുന്നു. ഇത് വിശ്വസിച്ചിട്ട് കൊണ്ടാണ് ആളുകൾ ഇതിലേക്ക് പണം മുടക്കുന്നത്, പിന്നീട് തട്ടിപ്പിനിരയായി എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ സംസ്ഥാന സർക്കാർ അത്തരത്തിലൊരു പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടില്ല. അതങ്ങനെയുള്ള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പലതവണ ചർച്ച ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ നിലവിൽ ഓരോ കുടുംബത്തിനും 5000 രൂപ വീതം ഇൻഷുറൻസ് ക്ലെയിമായി നൽകുമെന്നോ അല്ലെങ്കിൽ ഇതിന് 2499 രൂപ നിക്ഷേപിക്കണമെന്നോ എന്നും സംസ്ഥാന സർക്കാരോ മുഖ്യമന്ത്രിയോ എവിടെയും പറഞ്ഞിട്ടുമില്ല. പക്ഷെ അതൊന്നും ഇപ്പോൾ നമുക്കെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെയാണ്. ഗൂഗിൾ ചെയ്താലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഇന്റർനെറ്റിൽ കൂടി സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. പക്ഷെ അതിന് പോലും മെനക്കെടാതെ ഇങ്ങനെ ഒരു പരസ്യം കണ്ടു കഴിഞ്ഞ് ഉടനെ അതിൽ ക്ലിക്ക് ചെയ്ത് പണം നഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സൈബർ പോലീസ് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഇത്തരത്തിലുള്ള കെണികളിൽ നിന്നും ആരും പെട്ടുപോകുന്നത്. വിവരങ്ങൾ നൽകിയത്. എന്തായാലും നവമി സൂചിപ്പിച്ചതിൽ ഓർക്കുക, ഇതുപോലുള്ള പല തട്ടിപ്പുകാരും നമ്മളെ സമീപിക്കാം. അതൊരു പക്ഷേ ഇരട്ടി പണം വാഗ്ദാനം ചെയ്യുന്നവരുണ്ട്, ഓൺലൈൻ ഷെയർ ട്രേഡിങ്, അതല്ലെങ്കിൽ ലോൺ ആപ്പ്, അതല്ലെങ്കിൽ സർക്കാരിൻ്റെ പദ്ധതികളാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തെറ്റായ സന്ദേശങ്ങളിലൂടെ നമ്മളെ കബളിപ്പിക്കാൻ പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ പല മോഹന വാഗ്ദാനങ്ങളുമായി സമീപിച്ചേക്കാം, അല്ലെങ്കിൽ നമ്മുടെ വിരൽത്തുമ്പിലേക്ക് എത്തിയേക്കാം, ഫോണിലേക്ക് എത്തിയേക്കാം. അവിടെ ഒന്ന് ഓർക്കുക, ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ അല്ലെങ്കിൽ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ, ChatGPT ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഒരു പദ്ധതികളുണ്ടോ, സർക്കാർ അത് ആവിഷ്കരിച്ചിട്ടുണ്ടോ, പ്രഖ്യാപിച്ചിട്ടുണ്ടോ, അത് വിശദമായി തന്നെ പരിശോധിച്ച ശേഷം മാത്രമേ അതിലേക്ക് പണം മുടക്കാവൂ. ഇല്ലെങ്കിൽ ഇതുപോലുള്ള കെണികളിൽ വീഴുമെന്ന് ഓർമ്മ വേണം. സ്പോട്ട് ലൈവ് തുടരുന്നു. CJP സമരവുമായി ബന്ധപ്പെട്ട വിവാദ പോസ്റ്റിൽ വിശദീകരണവുമായി പേളി മാണി. തൻ്റെ വാക്കുകൾ എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളെ വേദനിപ്പിച്ചു. വീട്ടിൽ പോകണമെന്ന് ഉദ്ദേശിച്ചത് സമരം അവസാനിപ്പിക്കാനല്ല, ജീവന് അപകടത്തിലാക്കുന്ന സാഹചര്യമാണെങ്കിൽ സുരക്ഷിതനാകണമെന്ന അർത്ഥത്തിലാണ് എഴുതിയതെന്നും യൂട്യൂബ് ചാനലിലൂടെ പേളി മാണി പ്രതികരിച്ചു. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. ഹരി, നമുക്കറിയാം ഈ CJP സമരവുമായി ബന്ധപ്പെട്ട് അതിനെ അനുകൂലിച്ചും എതിർത്തുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പല ആളുകളും അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ പേളി മാണിയുടെ പോസ്റ്റ് അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം അവർക്ക് നേരിടേണ്ടി വന്നു. ഒരുപക്ഷെ രാജ്യത്തെ ഒരു വലിയ വിഭാഗം ആളുകളും ഈ ജൻസികൾക്കൊപ്പം അണിനിരുന്നപ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയപ്പോൾ പേളി മാണി ഒരു വിഭിന്നമായ നിലപാട് പറയുന്നു. അതിനെതിരെ വലിയ ആക്രമണമാണ് ഉണ്ടായത്. ഇപ്പോൾ അത് തെറ്റായി പോയെന്നാണോ പേളി മാണിയുടെ വിശദീകരണത്തിലൂടെ മനസ്സിലാക്കേണ്ടത്? ടോം, അത് തെറ്റായി പോയി, മാപ്പ് പറയുന്നു എന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയാം. കാരണം പേളി അതാണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ് പേളിയുടെ യൂട്യൂബ് വീഡിയോയിലൂടെ ചാനലിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ ഇതിനോടകം തന്നെ 2.5 ലക്ഷത്തിലധികം ആളുകൾ യൂട്യൂബിൽ കാണുകയുണ്ടായി. പക്ഷേ ഇതിൻ്റെ പ്രധാന പ്രശ്നം ക്ലാരിഫിക്കേഷൻ എന്ന് ഉദ്ദേശിച്ച് പേളി ഇട്ടിരിക്കുന്ന വീഡിയോ പേളിക്ക് തന്നെ തിരിച്ച് അബദ്ധമാവുന്ന കാഴ്ചയാണ് വരുന്നത്. അതായത് ഈ വീഡിയോ ക്ലാരിഫിക്കേഷനാണ്, മാപ്പ് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ താൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളോട് എതിരഭിപ്രായമുള്ളവരോട് മാപ്പ് പറയുന്നു എന്നതാണ് പേളി ഉദ്ദേശിച്ചെങ്കിൽ പോലും നെഗറ്റീവ് കമൻസ് ആണ് ചുറ്റും ഈ വീഡിയോയ്ക്ക് താഴെ. അതായത് പേളി മാപ്പ് പറഞ്ഞെങ്കിൽ പോലും അതിനകത്ത് ഒരു ആത്മാർത്ഥതയില്ല എന്നും പേളി ഇത് തൻ്റെ ഫോളോവേഴ്സ് നഷ്ടപ്പെടുമെന്ന ഭയത്താൽ ഇപ്പോൾ തന്നെ ഏകദേശം 5 ലക്ഷത്തിലധികം ആളുകളാണ് പേളിയെ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം അൺഫോളോ ചെയ്തത്. ഒരു വലിയ കമ്മ്യൂണിറ്റി തന്നെ യൂട്യൂബിൽ പേളിക്കുണ്ട്. അവരിലും ഒരു ഗണ്യമായ കുറവ് സംഭവിച്ചു. അപ്പോൾ ഇത് തുടരുന്ന സംഭവത്തിൽ ഭയന്നുകൊണ്ട് ആരോ ഫോഴ്സ് ചെയ്തെടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇതെന്ന് എന്നാണ് ആളുകളുടെ പല അഭിപ്രായങ്ങളും വരുന്നത്. അതിനൊക്കെ വലിയ പിന്തുണയും ആ കമൻസിന് ആളുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ പേളിയുടെ ഈ വിശദീകരണ വീഡിയോ നമുക്ക് ആദ്യം അതിലേക്ക് വരാം. ഒന്ന്, പേളി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ഐ ആം സോറി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ തലക്കെട്ട് ടൈറ്റിൽ മാറി ക്ലാരിഫിക്കേഷൻ എന്നാക്കുകയാണ് ചെയ്തത്. പ്രധാനമായും 3 കാരണങ്ങളാണ് പേളിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉന്നയിക്കപ്പെടുന്നത്. ഒന്ന്, ഈ CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് പേളി നടത്തി
വീഡിയോയിൽ പറയുന്നത്. എന്നാൽ സ്റ്റേ സേഫ് എന്ന വാക്ക് പേളി ആ പോസ്റ്റിൽ ഉന്നയിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ അതിന് പിന്നാലെയായിരുന്നു ഈ സിബി മലയിലേക്ക് അത് തിരിഞ്ഞത് എന്ന് തനിക്ക് ഇപ്പോഴും അറിയില്ല എന്നാണ് പറയുന്നത്. ജോയിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് ജോ തന്റെ അച്ഛനെതിരെയാണ് ഇത് പറഞ്ഞത്, പേളി പറഞ്ഞത് എന്ന് പറഞ്ഞു. സൈബർ ഈ സ്റ്റോറി 25 മിനിറ്റ് പേളി വ്യാപകമായി പ്രചരിച്ചു. അതിൽ പേളി വിശദീകരണം നൽകുന്നത് കളർ ബാൻഡ് വന്നത് ആപ്പിന്റെ ഒരു പ്രശ്നമായിട്ടാണ് പേളി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പേളി പറയുന്നില്ല. പേളി ആകെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും താൻ ബഹുമാനിക്കുന്നു എന്നാണ്. പക്ഷേ ആ മൈ ഫേവറേറ്റ് കളർ സാഫ്രൺ എന്ന ആ ടെക്സ്റ്റിന് വിശദീകരണം നൽകില്ല. പേളി അഭിപ്രായം പറയുന്നില്ല. മറിച്ച് ആ ബാൻഡ് കളർ വന്നത് ആപ്പിന്റെ പ്രശ്നമാണ്. സൈബർ കാരണം യൂട്യൂബറാണ് അതുകൊണ്ട് മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പേളി പറയുന്നത്. പക്ഷേ ഇത് കൂടുതൽ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും തന്നിൽ നിന്നും കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹരീഷൻ, നമുക്കറിയാം ഏതൊരു വ്യക്തിക്കും രാഷ്ട്രീയമാകാം, കലാകാരന്മാർക്ക് രാഷ്ട്രീയം ഉണ്ടാകാം. അതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം പിന്തുടരുന്ന കലാകാരന്മാരുണ്ട്. അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലെ പരസ്യമായി തന്നെ BJP രാഷ്ട്രീയത്തിലൂടെ ജനപ്രതിനിധിയായ വ്യക്തിയാണ് സുരേഷ് ഗോപി. അങ്ങനെ പലരും. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം രമേഷ് പിഷാരടി പോലും കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിച്ച്, കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ച് MLA ആയ വ്യക്തിയാണ്. ഒരാൾക്ക് രാഷ്ട്രീയമുണ്ട് എന്ന് കരുതി ഇങ്ങനെ വിമർശിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ ഇത്രയധികം വിമർശനം പേളിമാണി ഏൽക്കേണ്ടി വന്നതും അതോടൊപ്പം കൂടുതൽ യുവാക്കൾ അവരെ അൺഫോളോ ചെയ്തതും അവരുടെ രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പ് കാരണമാണോ, അതോ അവർ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ അവർ ഉന്നയിച്ച, അവർ വിമർശിച്ച ഈ ജൻസി സമരത്തെ ഈ ചെറുപ്പക്കാരധികം പ്രകോപിതരാക്കിയത്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ CJP പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് പേളി പറഞ്ഞത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് നിലപാടാണ്. അതായത് CJPക്ക് ഒപ്പവുമാണ് എന്നാൽ BJPക്ക് ഒപ്പവുമല്ല, അങ്ങനെ ഒരു നിലപാട് അത് കുത്തിപ്പൊക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ തുരുതുര നമുക്ക് സ്ക്രീനിൽ കാണാം ആ ഒരു നെഗറ്റീവ് കമന്റുകളുടെ ഘോഷയാത്ര നടക്കുന്നത് പോലെയാണ് പേളിയുടെ ഈ ക്ലാരിഫിക്കേഷൻ പോലും. അതായത് ഓഡിയൻസ് ഇപ്പോഴും, അതായത് സ്വാഭാവികമായിട്ടും പേളിയെ ഫോളോ ചെയ്യുന്നവരായിരിക്കുമല്ലോ, സബ്സ്ക്രൈബേഴ്സ് തന്നെ ആയിരിക്കുമല്ലോ ഈ കമന്റ് ബോക്സിലും വരുന്നത്, അവരായിരിക്കുമല്ലോ ഫസ്റ്റ് റീച്ച് ചെയ്യുന്നത് ഈ വീഡിയോയ്ക്കും. അപ്പോൾ പേളിയെ സപ്പോർട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നവർ തന്നെ പേളിയുടെ നിലപാടിനോടും ക്ലാരിഫിക്കേഷനോടും ഈ എതിരഭിപ്രായം വരുന്നുണ്ട് എന്നതാണ് ഈ കമന്റ്സിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ ആളുകൾ സംതൃപ്തരല്ല എന്നത് ഈ കമന്റ്സിലൂടെ വ്യക്തമാണ്. അതാണ് ഇപ്പോൾ പേളിക്ക് ഇപ്പോൾ വീണ്ടും ഒരു ബാക്ക്ലാഷിംഗ് ആണ് സംഭവിക്കുന്നത്. അതാണ് ഹരികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഈ ക്ലാരിഫിക്കേഷൻ വീഡിയോയാണ്. പക്ഷേ അതിലിപ്പോഴും പേളിയെ സ്നേഹിക്കുന്ന പേളിയുടെ ഫോളോവേഴ്സ് തൃപ്തരല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ പ്രതികരണത്തിൽ നിന്നും കമൻറ്റുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അതുതന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കൊല്ലം കുണ്ട്ര കസ്റ്റഡി മർദ്ദന ആരോപണത്തിൽ പോലീസ് വാദം പൊളിയുന്നു. മരിച്ച സിയാദിനെ പോലീസ് മർദ്ദിച്ചെന്ന് സ്ഥിരീകരിച്ച പരാതിക്കാരിയായ പെൺകുട്ടി രംഗത്തെത്തി. കുണ്ട്ര പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ശ്രീജിത്താണ് മർദ്ദിച്ചത്. ജീപ്പിൽ കയറ്റിയതിന് പിന്നാലെയായിരുന്നു മർദ്ദനം. സിയാദിനെ മർദ്ദിക്കുമ്പോൾ താനും ജീപ്പിൽ ഉണ്ടായിരുന്നുവെന്ന് പരാതിക്കാരിയായ പെൺകുട്ടി പറഞ്ഞു. എങ്ങനെ അടിച്ചു? കൈയുണ്ട്. എവിടെ അടിച്ചു? എവിടെ അടിച്ചത് ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. അടിക്കുന്ന ഞാൻ കണ്ടതാ. ഞാനും ശ്രീജി സാറും അതുൽ സാറും പിന്നെ ഒരു ഡ്രൈവറും, വേറെ ആരും ഇല്ല. 12 മണിയായി. മോളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന ആരായിരുന്നു? ഇവിടെ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. അല്ല, അവിടുന്ന് വണ്ടിക്കകത്ത് പോലീസുകാരൻ ആ സമയത്ത് വനിതാ പോലീസുകാരും കൂടെ വന്നിട്ടില്ല? ഇല്ല.
ഓക്കെ. ഈ അതുൽ സാർ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്? അതുൽ സാറാണോ വണ്ടി കയറാൻ പറയുന്നത്? ശ്രീജി സാറും കൂടിയാ പറഞ്ഞത്, രണ്ടുപേരും കൂടിയാ പറഞ്ഞേ വാ കേറ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ കയ്യിരുന്ന എല്ലാം അമ്മയുടെ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ വണ്ടി അതുൽ സാർ യൂണിഫോമിലായിരുന്നു? അല്ല, കളറിലായിരുന്നു. ഈ ഇതിനകത്ത് യൂണിഫോം അല്ല, കളറായിരുന്നു. അതുൽ സാറ്, ശ്രീജി സാറ് യൂണിഫോമിലായിരുന്നു. ഓക്കെ. അപ്പൊ ഈ മർദ്ദിച്ചിട്ട് ശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോഴെന്തായിരുന്നു സിയാദ് പറഞ്ഞത്? എന്തായിരുന്നു സിയാദ് പറയുന്നത്? അപ്പോഴും സിയാദ് പറയുന്നത് സിയാന് വയ്യാന്നുള്ള കാര്യം സിയാദ് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊന്നും അങ്ങനെ ഇടിക്കല്ലേ സാർ, അടിക്കുന്ന എന്തിനാണ് ആദ്യമേ ചോദിച്ചു സിയാദ്. അപ്പോഴേ സാറിങ്ങനെ പറഞ്ഞു, കൊച്ചിനെ കാണുന്നില്ല, നിനക്ക് ഇത് അവനെവിടെ പോയെന്നറിയെങ്കിൽ പറ, അങ്ങനെ ഓരോന്ന് ഇങ്ങനെ സാറ് ചോദിച്ചുകൊണ്ടിരുന്നിട്ട് അടിച്ചത്. അതുമല്ല അത് കഴിഞ്ഞിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഓരോ കാര്യം അവന്റെ പറ്റി അറിഞ്ഞ ഓരോ കാര്യങ്ങൾ സിയാന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക. എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്, പൊതുവെ അവനെ പറ്റി അറിയാവുന്ന എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ സിയാന്റെ അടുത്തും ചോദിച്ചത്. ഈ പരാതി കൊടുത്ത ഇടിച്ചപ്പം വിഷമം തോന്നി അതോ? എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇവരോട് പോലും സിയാന്റെ പേരും പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ സിയാനെ അടിക്കണമെന്ന് ഞാൻ ശ്രീ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. ശ്രീ സാർ പറയുന്ന പറഞ്ഞാൽ ഞാൻ അച്ഛനെ അടിക്കരുത്, എന്റെ അച്ഛനെ അടിക്കരുത്, ശ്രീ സാറിനെ അടിക്കണം, അല്ല സിയാനെ അടിക്കണമെന്ന് പറഞ്ഞെന്നാ പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അതുപോലെ അവിടെ ഒരു കംപ്ലൈന്റും കൊടുത്തിട്ടില്ല. ഈ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എന്തായിരുന്നു സംഭവിച്ചത് പിന്നീട്? ഇല്ല, സിയാനെ അവിടെ കയറ്റിയപ്പോഴും ഞങ്ങൾ ഇങ്ങ് പോരുന്നു. അപ്പോഴത്തേക്ക് അച്ഛനും ഇവരെല്ലാം അങ്ങോട്ട് ചെന്ന്. ഓക്കെ. ഈ എസ് ഐയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അതുൽ സാറിന്റെ ഭാഗത്ത് നിന്ന് എന്റെ മുമ്പിൽ വെച്ചൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. ഈ പരാതി ആർക്കായിരുന്നു അന്ന് കൊടുത്തത്? അതുലിനായിരുന്നോ അതോ ശ്രീജിത്തിന്റെ കയ്യിലാണോ പരാതി കൊടുത്തത്? അതുൽ സാറിന്റെ കയ്യിലായിരുന്നു പരാതി. ഇല്ല, ഞങ്ങൾ പോയ സമയത്തില്ലായിരുന്നു, ഞങ്ങൾ FIR എഴുതിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു സാർ വന്നത്. ഇവരെ ആരെങ്കിലും മുൻ പരിചയമുണ്ടോ? എനിക്ക് അതുൽ സാറിനെ ഇവിടുത്തെ എന്റെ വല്യച്ഛന്റെ കേസുമായിട്ട് എനിക്കറിയാം. അതുൽ സാറിന്റെ വല്യച്ഛന്റെ കേസുമായിട്ട് പല ഇതിൽ കേസിലും സാറായിരിക്കും. വിളിച്ചോ അതുലിനെ? ഇല്ല, വിളിച്ചിട്ടൊന്നുമില്ല. അവിടെ ചെന്ന് സാറ് 11 മണിക്ക് കൊല്ലത്ത് എവിടെയോ പോയിട്ട് വന്നപ്പോഴേ സാർ എന്നെ കാണുന്നത്. സിയാദിന്റെ മരണം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. കൊല്ലം റൂറൽ SP ഷാജി സുഗുണന്റെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം. വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പരാതിക്കാരിയായ പെൺകുട്ടി ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതായത് സിയാദിനെ മർദ്ദിക്കുന്നത് താൻ നേരിൽ കണ്ടു, പോലീസുകാരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. അതായത് താൻ തന്നെ ഇതുമായി ഈ സിയാദിനെ മർദ്ദിക്കണമെന്നൊരു കാരണവശാലും ഉദ്ദേശിച്ചിരുന്നില്ല, പക്ഷേ അതിക്രൂരമായിട്ടുള്ള മർദ്ദനമേൽക്കേണ്ടി വന്നു എന്നാണ് ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലുള്ളത്. ഇത് ഈ കേസിൽ അതിനിർണായകമാണ് പെൺകുട്ടിയുടെ മൊഴി. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ടോം, ഇത് ജൂൺ 16-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 13 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ കാണുവാനില്ല എന്ന് കേട്ട് ഒരു പരാതി നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ട പരാതിക്കാരി കുണ്ട്ര പോലീസിൽ കൊടുക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഈ സിയാദിനെ, സമീപവാസിയായ സിയാദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തത്. അങ്ങനെ കൊണ്ടുപോയി 17-ാം തീയതി തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞുവിടുകയും ചെയ്തു. കാരണം കുട്ടിയെ കണ്ടുകിട്ടിയതുകൊണ്ട് 17-ാം തീയതി പറഞ്ഞുവിട്ടപ്പോൾ ഇതിൽ ഈ സിയാദിന്റെ കുടുംബം ആരോപിക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുവന്ന് അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ്. തുടർന്ന് സിയാദ് തിരുവനന്തപുരം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഒരു 38 ദിവസത്തിന് ശേഷം, അതായത് 24-ാം തീയതി മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സിയാദിന്റെ കുടുംബം ആരോപിച്ച വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പ് മർദ്ദനം, കൊടിയ പീഡനം ഏൽക്കേണ്ടി വന്നു. തുടർന്നാണ് നട്ടെല്ലിന് പഴുപ്പ് ഏറ്റു. അങ്ങനെ ചികിത്സയിൽ ഗുരുതരാവസ്ഥയിലാണ് മരണപ്പെട്ടത് എന്നുള്ള വലിയൊരു ആരോപണവും ആയിട്ട് ബന്ധപ്പെട്ടുള്ള പരാതികളാണ് കുടുംബം നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെടുകയും ഇതിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ഉള്ളൊരു സമഗ്ര അന്വേഷണത്തിനായി ഉത്തരവിടുകയും ചെയ്തത്. നമുക്കറിയാം, കൊല്ലം ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ച് DYSP-യാണ് ഇതിന്റെ കേസ് അന്വേഷിക്കുന്നത്. ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ജില്ലാ റൂറൽ SP ആണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് SP ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ നിന്നും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അടക്കം റിപ്പോർട്ടുകൾ ശേഖരിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയും ചെയ്തു. അപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് CCTV ദൃശ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ലോക്കപ്പ് മർദ്ദനങ്ങളൊന്നും തന്നെ നടന്നതായിട്ട് ഉള്ള ഒരു റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ കാണുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കുടുംബം ആരോപിക്കുന്നത് ലോക്കപ്പ് മർദ്ദനം ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്.
പക്ഷേ അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം വീട്ടിൽ നിന്നും കൊണ്ടുപോയപ്പോൾ വാഹനത്തിനുള്ളിലിട്ട് അത് ക്രൂരമായി മർദ്ദനത്തിന് ഇരയായി എന്നുള്ളതാണ്. അത് ശരിയാകുന്ന തരത്തിൽ ഉള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ പരാതിക്കാരിയുടെ ഒരു മൊഴിയിൽ തന്നെ വ്യക്തമാകുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ടത് പരാതിക്കാരിയുടെ മൊഴിയാണ്. അവർ തന്നെ പറയുന്നുണ്ട്, എൻ്റെ അടുത്തിരുത്തിയാണ് ഷിയാദിനെ മർദ്ദിച്ചത്, കോൺസ്റ്റബിളാണ് മർദ്ദിച്ചത് എന്ന് അടക്കം കുട്ടി പറയുകയും ചെയ്തു. അപ്പോൾ പോലീസിൽ നിന്നും വന്ന ഒരു വാദം ലോക്കപ്പ് മർദ്ദനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ വാഹനത്തിനുള്ളിൽ വെച്ച് വലിയ രീതിയിലുള്ള മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നു എന്നുള്ളതാണ്. അത് ശരിവെക്കുന്ന, അതായത് കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പരാതിക്കാരിയുടെ മൊഴിയും പുറത്തു വന്നിരിക്കുന്നത്. ഇത് പോലീസിന് വലിയ രീതിയിൽ ഒരു വെല്ലുവിളിയായി തന്നെ മാറിയിരിക്കുന്നു. ടോം, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു, മഞ്ഞപ്പിത്തം അതേ തുടർന്നാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ്. പക്ഷേ അത് പോലീസിന് ആശ്വാസമാണെങ്കിലും ഈ പരാതിക്കാരിയുടെ മൊഴി അത് പോലീസിന് വലിയ രീതിയിൽ പ്രതിരോധം തീർത്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ക്രൈംബ്രാഞ്ച് DYSP ആണ് ഈ കേസ് അന്വേഷിക്കുന്നതും. എന്തായാലും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് DYSP നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നു കേട്ടോ. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്. എന്തായാലും നിർണായകമാണ് ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. പോലീസുകാർ സിയാദിനെ മർദ്ദിച്ചിരുന്നുവെന്ന പെൺകുട്ടി തുറന്നു പറയുന്നുണ്ട്. വടകര ലഹരി കേസിൽ പിടിയിലായ അധ്യാപികമാർക്ക് പിന്നിൽ വൻ ശൃംഖലയെന്ന് സൂചന. അറസ്റ്റിലായ കീർത്തന സുംബ പരിശീലകയാണ്. ഇവർ പേരാമ്പ്രയിൽ പരിശീലന ക്ലാസ് നടത്തിയിരുന്നു. വിദ്യാർത്ഥികൾക്കടക്കം മയക്കുമരുന്ന് നൽകിയോ എന്നും സംശയമുണ്ട്. പിടിയിലായ കാവ്യയും കീർത്തനയും ചേർന്ന് ബൈപ്പാസിൽ ബൺമസ്ക് നടത്തിയിരുന്നു. ബൺമസ്കയ്ക്ക് പിന്നിലും ലഹരി ഇടപാടെന്ന് സംശയമുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വലിയ ശൃംഖലയാണ് ഈ അധ്യാപകമാർ ഉൾപ്പെട്ട ലഹരി കേസിന് പിന്നിലുള്ളത്. അങ്ങനെയെങ്കിൽ ഇത് അന്വേഷണം വലിയ ഒരു വിപുലമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതല്ലേ? ഇതുപോലെ തന്നെ കൂടുതൽ പേർ ഈ ഏജന്റുമാരായി, ഇടനിലക്കാരായി, ഈ ലഹരിയുടെ ഇടനിലക്കാരായി പ്രവർത്തിച്ചിട്ടുണ്ടോ? അവരിലേക്ക് അന്വേഷണം എത്തുക എന്ന് പറയുമ്പോൾ പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉണ്ടോ? ടോം, പുറത്തു വന്നതിനേക്കാൾ വലിയ ലഹരി ഇടപാടുകളാണ് ഒരുപക്ഷെ ഉള്ളിൽ നടന്നത് എന്ന ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ആദ്യം ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ യുവാവിൻ്റെ അക്കൗണ്ട് നമ്പറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കീർത്തന എന്ന അധ്യാപികയെ ആദ്യം കസ്റ്റഡിയെടുക്കുന്നത്. പിന്നീട് ഇവരുടെ അക്കൗണ്ടുകളും ഒപ്പം ഇവരോട് അടുത്തിടപഴകുകയും ചെയ്ത ആൾ എന്ന നിലയിലാണ് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് കാവ്യ എന്ന അധ്യാപികയും അറസ്റ്റ് ചെയ്യുന്നത്. ഇരുവരും ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ കഴിയുകയാണ്. ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തെ ഇന്നലെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഈ കേസിൻ്റെ അന്വേഷണത്തിനായി നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. വടകര റൂറൽ SP ആണ് അന്വേഷണത്തിൻ്റെ മേൽനോട്ടം നിർവഹിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ വിചിത്രമായ, അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഈ MDMA അല്ലെങ്കിൽ കഞ്ചാവ് കിടത്തുന്നവരിലൊക്കെ കാണാത്ത രീതിയിലുള്ളൊരു ഓപ്പറേഷനാണ് ഈ വടകരയിൽ നമ്മൾ കണ്ടെത്തിയത്. കാരണം ഈ ആദ്യം അറസ്റ്റിലായ യുവാവുമായി കാവ്യയ്ക്കും കീർത്തനയ്ക്കും അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ യുവാവാണ് ആളുകളെ ഒരുപക്ഷെ എത്തിച്ചു കൊടുക്കുന്നത്. അവർ പണം കൈമാറുന്നത് പക്ഷേ നേരിട്ട് യുവാവിൻ്റെ കൈവശത്തേക്കല്ല, മറിച്ച് ഈ കാവ്യയുടെയും കീർത്തനയുടെയും അക്കൗണ്ടുകളിലേക്കാണ്. ഈ അക്കൗണ്ടിൽ പണം ലഭിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവരൊരു ലൊക്കേഷൻ വാട്സാപ്പിൽ കൂടി ഷെയർ ചെയ്ത് നൽകും. ആ ഒരു ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞാൽ കൃത്യമായി ഈ MDMA ഇടപാടുകാർക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം, അതായത് ഇടനിലക്കാരെ പെട്ടെന്ന് ഈ മയക്കുമരുന്നോടുകൂടി പിടികൂടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കൃത്യമായ ആസൂത്രണമാണ് ഇക്കാര്യത്തിൽ നടന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സാമ്പത്തികമായി വലിയ ഭദ്രമായ നിലയിൽ ഉള്ള ആളുകൾ ആയിരുന്നില്ല ഈ രണ്ടു പേരും. ഈ കാവ്യയുടെ കാര്യം തന്നെ പറഞ്ഞാൽ, ഒരു അപകടം പറ്റി ചികിത്സയിൽ കഴിഞ്ഞപ്പോൾ BRCയിൽ നിന്നും അധ്യാപകരുടെ പിരിവെടുത്താണ് 2 ലക്ഷം രൂപ നൽകി ആശുപത്രിയിൽ നിന്നും ഇറക്കി വീട്ടിലേക്ക് സഹപ്രവർത്തകർ കൊണ്ടുപോയത്. അങ്ങനെയുള്ള ഒരാൾക്ക് മാസങ്ങളുടെ ഇടവേളകൾക്ക് ശേഷം വലിയ സാമ്പത്തിക ഭദ്രതയിലേക്ക് നീങ്ങുന്നു എന്നാണ് ഏറെ ഞെട്ടിക്കുന്ന കാര്യമായി സഹപ്രവർത്തകർ തന്നെ പറയുന്നു. വലിയ ആഡംബര കാറൊക്കെ വാങ്ങാൻ ഇവരെ കൊണ്ട് കഴിയുന്നു. ഒപ്പം ഈ വസ്ത്രധാരണ ശൈലിയിലടക്കം വലിയ മാറ്റങ്ങൾ, വില കൂടിയ വസ്ത്രങ്ങളും മറ്റുമൊക്കെ വാങ്ങുന്നതായി ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. പക്ഷേ ഇതിനൊക്കെ ഓരോ മറുപടികൾ പറഞ്ഞ്, അല്ലെങ്കിൽ സഹോദരൻ വാങ്ങി നൽകുന്നു, കാറെടുത്ത സഹോദരനാണ് എന്നിങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ഒരു വിശദീകരണങ്ങൾ നൽകിയാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഈ 2 പേർക്കും ചില സ്ഥാപനങ്ങളും
പേരാമ്പ്ര കേന്ദ്രമാക്കി ഉണ്ടായിരുന്നു എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. ഇതിൽ ഒന്ന് ഈ കീർത്തി, അവർ ഒരു കായിക പരിശീലകയാണ്. BRC കീഴിലുള്ള വിവിധ സ്കൂളുകളിൽ ഓരോ ദിവസങ്ങളിലും പോയി കുട്ടികളെ കായിക പരിശീലനം നടത്തും. അത്തരത്തിൽ നടത്തുന്നവർക്ക് സ്വന്തമായി ഒരു സൂംബ പരിശീലന കേന്ദ്രം പേരാമ്പ്രയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ കേന്ദ്രത്തിൽ പലപ്പോഴും മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗമൊക്കെ ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മദ്യക്കുപ്പികളുടെ വലിയ ശേഖരം തന്നെ ആ സൂംബ പരിശീലന കേന്ദ്രത്തിൽ കണ്ടെത്തുന്നതോടുകൂടി ഈ കെട്ടിട ഉടമ ആ സ്ഥലം ഒഴിഞ്ഞു പോകണമെന്നും ആവശ്യപ്പെടുകയും അവരെ അവിടെ നിന്നും മാറ്റുകയുമായിരുന്നു. മറുവശത്ത് കാവ്യയുടെ ഉടമസ്ഥയിൽ ഒരു ബൺമസ്ക് എന്ന ഈ ബണ്ണിനുള്ളിൽ ചില പ്രത്യേക ചീസുകളും മറ്റുമൊക്കെ ചേർത്ത് ഈ ബർഗർ പോലെയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കട. അത് വലിയ വിപുലമായ സാഹചര്യത്തിലൊന്നും ആയിരുന്നെങ്കിൽ പോലും ബൈപ്പാസിനോട് ചേർന്നാണ് അങ്ങനെ ഒരു ബൺമസ്ക് പ്രവർത്തിച്ചിരിക്കുന്നത്. ആ ബൺമസ്കിൽ അർദ്ധരാത്രി ആയിക്കഴിഞ്ഞാൽ യുവാക്കൾ വലിയ തോതിൽ പലയിടങ്ങളിൽ നിന്നായി ബൈക്കുകളിലും കാറുകളിലും ഒക്കെ അവിടേക്ക് എത്തിയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ബൺമസ്കയുടെ കീഴിലും ഇത്തരത്തിലുള്ള ലഹരി കച്ചവടമായിരുന്നു എന്ന സംശയമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏതാണ്ട് ഒരു വർഷം മുമ്പ് വരെയൊക്കെ കൃത്യമായി കുട്ടികൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകരായിരുന്നു, അല്ലെങ്കിൽ കായിക പരിശീലനം നന്നായി കൊടുക്കുന്ന ആളായിരുന്നു കീർത്തന. മറുവശത്ത് കാവ്യയും കുട്ടികളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഈ പാഠ്യ വിഷയങ്ങളിൽ അല്ലെങ്കിൽ കുട്ടികളെ അധ്യയനം നടത്തുന്ന വിഷയത്തിലൊന്നും വലിയ താല്പര്യം ഇരുവർക്കും പ്രകടമായിരുന്നില്ല. പ്രത്യേകിച്ചും കാവ്യ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്ന അതിനുള്ള പരിശീലനം സിദ്ധിച്ച അധ്യാപികയാണ്. പക്ഷേ ആ കുട്ടികളെ ഒരു തരത്തിലും ഗൗനിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങിയില്ല. രക്ഷകർത്താക്കളൊക്കെ പോലും വലിയ പരാതികളാണ്. കാരണം കുട്ടികളെ ഒരു തരത്തിലും അവരെ ഈ എന്തെങ്കിലും ക്ലാസ്സിലെ വിഷയങ്ങൾ പഠിപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ മറുവശത്തിരുന്ന് എപ്പോഴും ഒരു അക്ഷീണമായ മുഖത്തോടുകൂടി ക്ലാസ്സിൽ ഉറങ്ങുകയോ അല്ലെങ്കിൽ വെറുതെ നോക്കിയിരിക്കുകയോ അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു ഇതുണ്ടായിരുന്നത്. എന്തായാലും ഇക്കാര്യത്തിലൊക്കെ ബന്ധപ്പെട്ട പരാതികളൊക്കെ അടക്കം നൽകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് ഇനി പോകുന്നത് കാസർഗോട്ടേക്കാണ്. പോക്സോ കേസിലെ പ്രതി സ്നേഹ മെർലിനെ പിടികൂടാതെ പോലീസ്. പോക്സോ കേസിൽ സ്ഥിരം കുറ്റവാളിയായ സ്നേഹയ്ക്കെതിരെ കാസർഗോഡ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ 16 വയസ്സുകാരെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് 1.5 മാസം പിന്നിടുന്നു. യുവതിയെ കണ്ടെത്തുന്നതിനായി പോലീസ് നേരത്തെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. സ്നേഹ മെർലിനെതിരെ രജിസ്റ്റർ ചെയ്യുന്ന 4ാമത്തെ കേസാണ് കാസർഗോട്ടേത്. വിവരങ്ങളുമായി KV ബൈജു ചെയ്യുന്നുണ്ട്. ബൈജു, 1.5 മാസമായി സ്നേഹയ്ക്കെതിരെ കേസെടുത്തിട്ട് ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ സ്വാഭാവികമായും സംസ്ഥാനം വിട്ടിരിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? പോലീസ് എന്തുകൊണ്ടാണ് ഈ അന്വേഷണത്തിൽ ഇത്രയധികം ഒരു വീഴ്ച സംഭവിക്കുന്നത്? ടോമേ, അത് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം പ്രധാനമായും. കാരണം ഒരു സ്ഥിരം കുറ്റവാളിയാണ്, പോക്സോ കേസിൽ സ്ഥിരം കുറ്റവാളിയാണ് സ്നേഹ മെർലിൻ. പക്ഷേ പോലീസിന് ഇതുവരെ ഇവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് 1.5 മാസം മുൻപാണ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16 വയസ്സുകാരിയെ സ്നേഹ മെർലിൻ പീഡിപ്പിച്ചതായ വിവരം പുറത്തു വരുന്നത്. അപ്പോൾ തന്നെ പോലീസ് കേസാണ് സ്നേഹ മെർലിനെതിരെയുള്ള ഈ ഒരു കേസ്. അതായത് ഈ പെൺകുട്ടിയുടെ അമ്മയെ ഇത്തരത്തിൽ ജയിലിലായിരുന്നു റിമാൻഡിൽ കഴിയുന്ന സമയത്ത് പരിചയപ്പെടുകയും ആ ഒരു പരിചയം വെച്ച് വീട്ടിൽ വരികയും അങ്ങനെ പീഡിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. മാത്രമല്ല മൊബൈൽ ഉൾപ്പെടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇത്തരത്തിൽ വാങ്ങി നൽകിയാണ് സ്നേഹ മെർലിനെ കുട്ടിയെ പീഡിപ്പിച്ചത്. അതോടൊപ്പം ഈ പെൺകുട്ടിയുടെ സഹോദരിയും ഇങ്ങനെ പീഡിപ്പിക്കാൻ സ്നേഹ ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അത്രത്തോളം ഗുരുതരമായ ഒരു കുറ്റം ചെയ്ത ഒരാളെ പോലീസിന് എന്തുകൊണ്ട് പിടികൂടാൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത് 2025 മാർച്ച് 14 സ്നേഹ മെർലിനെതിരെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത്. അത് തളിപ്പറമുള്ള ഒരു പെൺകുട്ടിയെ, 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് ഇത്തരത്തിൽ ഒരു കേസ് സ്നേഹ മെർലിൻ ജയിലിലാകുന്നത്. ആ ജയിലിൽ ആയ സമയത്ത് ഇതേ കുട്ടിയുടെ സഹോദരനെയും സ്നേഹ മെർലിൻ പീഡിപ്പിച്ചുവെന്ന വിവരം വെളിപ്പെടുത്തൽ വരുന്നു. അങ്ങനെ 2 കേസ് അപ്പോഴേക്കും സ്നേഹ മെർലിനെതിരെ ഉണ്ടാവുകയും പിന്നീട് തളിപ്പറമ്പ് തന്നെ മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലും സ്നേഹ മെർലിൻ പ്രതിയാവുകയായിരുന്നു. അങ്ങനെ 4ാമത്തെ കേസാണ് കാസർഗോഡ് ജില്ലയിലെ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഈ ഒരു സംഭവം. എന്തായാലും ഈ കേസിൽ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നെങ്കിലും സ്നേഹ മെർലിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഒരു പക്ഷേ കർണാടകയിലേക്ക് ഉണ്ടാകാമെന്ന ഒരു സാധ്യത നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലും വലിയ കുറ്റവാളികളെ പോലും നമ്മുടെ കേരള പോലീസ് പല ഇടങ്ങളിലും കർണാടകയിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലായാലും പോയി പിടികൂടുന്നതാണ്. പക്ഷെ എന്തുകൊണ്ട് സ്നേഹ മെർലിനെ പിടികൂടുന്നില്ല എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. കാരണം ഇത്തരത്തിൽ നിരവധി കുട്ടികളെ, അത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പീഡനത്തിന് ഇരയാക്കിയ ഒരു കേസിലെ പ്രതി ഒരു
കേസിൽ ഇത്തരത്തിൽ ജയിലിലായി റിമാൻഡിൽ കഴിയവേ ജാമ്യം നേടി പുറത്തിറങ്ങിയ ഒരു പ്രതിയാണ്. അത്തരത്തിൽ ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം പോലും ഇപ്പോൾ നടന്നിട്ടുണ്ട്. കാരണം ഇത്തരം കുറ്റകൃത്യങ്ങളിലൊന്നും ഏർപ്പെടരുത് എന്ന കർശന ഉപാധിയോടുകൂടിയാണ് ഈ സ്നേഹ മർലിന് ജാമ്യം ലഭിക്കുന്നത്. പക്ഷേ സമാനമായുള്ള കുറ്റകൃത്യം പുറത്തിറങ്ങി ചെയ്യുന്നു. പക്ഷേ എന്നിട്ടും കേരള പോലീസിനെ സ്നേഹ മർലിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് മേൽപ്പറമ്പ് പോലീസിന് സ്നേഹ മർലിൻ എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത മറ്റു കുട്ടികളെ ഇത് സമാന രീതിയിലുള്ള കുറ്റകൃത്യത്തിന് ഒരു പക്ഷേ സ്നേഹ മർലിൻ മുതിർന്നേക്കാം. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയുള്ള ഒരു പ്രതിയാണ്. ആ പ്രതിയെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്ന ആവശ്യമാണ്. കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. 4 കേസുകളിലെ പോക്സോ കേസുകളിലെ പ്രതിയാണ് സ്നേഹ മർലിൻ. ഏറ്റവും ഒടുവിൽ ഇവർക്കെതിരെ കേസുണ്ടായത് കാസർഗോഡാണ്. മേൽപ്പറമ്പ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷെ 1.5 മാസമായി പ്രതിയെ പിടികൂടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള വിമർശനം കൂടി ഉയർന്നു വരുന്നുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.